ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഐഡന്റിറ്റി എന്ന മൂവിയാണ്. ഇതിലേക്ക് കിടക്കുന്നതിന് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യും, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുദർശൻ എന്ന ഡോക്ടറെയും അയാളുടെ അടുത്തായിട്ട് അയാളുടെ സഹോദരിയുടെ മകൻ ഹരൺ അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം അടുക്കി വെക്കുന്നതുമാണ്. അവിടേക്ക് കടന്നു വന്നൊരു നേഴ്സ് വിചാരിക്കുന്നുണ്ട് ഇവൻ ഈ പുസ്തകങ്ങൾ കൊണ്ട് കളിക്കുകയാണെന്ന്. എന്നാൽ അയാൾ പറയുന്നുണ്ട് ഈ ബുക്കുകളെ പറ്റി അവനൊന്നും തന്നെ അറിയില്ലെങ്കിലും അതിന്റെ വലുപ്പവും അതിന്റെ കളറും അതിലെ ലെറ്റേഴ്സിന്റെ വലുപ്പവും എല്ലാം നോക്കിയിട്ട് അതവൻ കറക്റ്റായിട്ട് അടുക്കി വെക്കുകയാണ്. ഹരണിന്റെ അമ്മയും ഇയാളുടെ സഹോദരിയുമായ സ്മിതയാകട്ടെ പ്രതാപ് എന്ന് പറയുന്ന ഒരാളെയായിരുന്നു ആദ്യം വിവാഹം കഴിച്ചിരുന്നത്. അതിൽ അവർക്ക് 2 മക്കളുണ്ടായി. അതിൽ അവരുടെ മൂത്ത മകളായിരുന്നു ദേവിക, രണ്ടാമത്തെ മകനായിരുന്നു ഹരൺ. എന്നാൽ പ്രണയിച്ച് വിവാഹം കഴിച്ച അവരുടെ ദാമ്പത്യ ജീവിതം ഒട്ടും തന്നെ സുഖകരമായിരുന്നില്ല. അയാളുടെ വയലൻസ് ഒരുപാട് വർഷം സഹിച്ചിട്ടാണ് പിന്നീട് ഒരു ഡിവോഴ്സിന് അവരൊരുങ്ങിയത്. ആ സമയത്ത് ഹരണിന് 3 വയസ്സായിരുന്നു. കോടതി ഹരണിനെ അവന്റെ അച്ഛന്റെ കൂടെയാണ് പറഞ്ഞു വിട്ടത്. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം സ്മിത മറ്റൊരു വിവാഹം കഴിക്കുകയും അതിൽ നീരജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. അതിനിടെ ആൽക്കഹോൾ പോയിസണിംഗ് കാരണം സ്മിതയുടെ ആദ്യ ഭർത്താവ് മരിക്കുകയും ഹരണിന്റെ കസ്റ്റഡി സ്മിതയ്ക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. എന്നാൽ അയാളുടെ കൂടെ ക്വാർട്ടേഴ്സ് റൂമിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഹരണിന്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ഒരു മകനെ പോലെ ആയിരുന്നില്ല അയാൾ അവനെ കണ്ടിരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും അയാൾക്ക് അതൊന്നും പോരായിരുന്നു. അയാളുടെ ദേഷ്യവും ശാസനയും മാത്രം കിട്ടി വളർന്ന ഹരൺ ഒബ്സസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു അവസ്ഥയിലേക്ക് പോയി. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടതാണ് ആ ലൈബ്രറിയിൽ അവൻ ചിട്ടയായിട്ട് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ. ഹരണിനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. എന്നാൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ സ്മിതയുടെ ഒരു സൈഡ് പാരലൈസ്ഡ് ആയി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കഥ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കോയമ്പത്തൂരിലാണ് കാണിക്കുന്നത്. അവിടെ ഒരു തുണിക്കടയിൽ ഒരു പെൺകുട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം ട്രയൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് തന്റെ കൂട്ടുകാരികളുമൊത്ത് ബില്ലൊക്കെ പേ ചെയ്തിട്ട് തിരിച്ചു പോകാൻ നേരം അവളുടെ കാറിന്റെ കീ ട്രയൽ റൂമിൽ വെച്ചിട്ട് മറന്നുപോയെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ പോകുന്നു. ആ സമയത്താണ് അവിടെ മുകളിൽ നിന്നൊരു ഫോൺ അവൾ കാണുന്നത്. അതിന്റെ ക്യാമറ ഓൺ ആയിരുന്നു. അവൾ ഓടി വന്ന് തന്റെ ഫ്രണ്ട്സിനോട് ഈ കാര്യം പറയുകയും ആ ഫോൺ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. അതേ തുണിക്കടയിലെ തന്നെ 2 സ്റ്റാഫ്സ് ആകട്ടെ കാര്യം അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് എത്തി. ഇതിന്റെ ക്യാമറ ഓൺ ആണെന്നും എല്ലാം തന്നെ റെക്കോർഡ് ആയിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. സംശയാസ്പദമായിട്ട് ആരെങ്കിലും ആ ട്രയൽ റൂമിന്റെ അടുത്ത് കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്ന ആ പയ്യൻ കുറച്ച് നേരമായിട്ട് അവിടെ ചുറ്റിത്തിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നുവെന്ന്. ആ കടയിലെ സ്റ്റാഫ് ആകട്ടെ ഇത് നിന്റെ ഫോണാണെന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നതും അവൻ ആ ഫോണും വാങ്ങി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അയാൾ പുറകെ ഓടിയെങ്കിലും അവനെ കിട്ടിയില്ല. പിന്നീട് കാണിക്കുന്നത് ഈ സ്റ്റാഫ് ആകട്ടെ ഒരു പഴയ ബിൽഡിംഗിലേക്ക് വരികയും അവിടെ അയാളെ വെയിറ്റ് ചെയ്ത് ആ പയ്യൻ നിൽക്കുന്നതുമാണ്. ഇവരെല്ലാവരും കൂടെ അറിഞ്ഞിട്ടുള്ളൊരു കളി തന്നെയായിരുന്നു ഇത്. ഈ മൂവിയിൽ ഒരു വില്ലനായ ഇവന്റെ പേര് അമർ എന്നാണ്. ഇതുപോലെ പെൺകുട്ടികളുടെ നഗ്ന വീഡിയോസ് എല്ലാം തന്നെ ചിത്രീകരിക്കുക ഇവരുടെ സ്ഥിരം പണിയായിരുന്നു. അവൻ ആ ബിൽഡിംഗിൽ അതിനു വേണ്ടിയിട്ട് വലിയൊരു സെറ്റപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി തുണിക്കടയിൽ പേ ചെയ്ത ബില്ലിൽ നിന്നും അവളുടെ പേരും ഫോൺ നമ്പറും സഹിതം എല്ലാ ഡീറ്റെയിൽസും അവന് കിട്ടി. അമർ അതിനുശേഷം നകുൽ എന്ന് പറയുന്ന ഒരു പയ്യനെ വിളിക്കുന്നുണ്ട്. അവനൊരു ഹാക്കർ ആയിരുന്നു. ഇതുപോലെ പേരും വിവരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷനും അഡ്രസ്സും എല്ലാം കണ്ടുപിടിച്ചു കൊടുക്കുന്നത് നകുലിന്റെ സ്ഥിരം പണിയായിരുന്നു. എന്നാൽ താൻ ആ പരിപാടിയൊക്കെ നിർത്തി ഇനി തന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നകുൽ തീർത്ത് പറയുന്നു. പക്ഷെ അമർ അതൊന്നും കേൾക്കുന്നില്ല. ഇതിന്റെ പേരിൽ ഒരുപാട് തവണ ഞാൻ നിനക്ക് കാശ് തന്നിട്ടുള്ളതാ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്റെ ഫോണിലുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് ചെയ്യുന്നതാ നല്ലത്. ഒരു പെൺകുട്ടിയുടെ പേരും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ അയച്ചിട്ടുണ്ട്. അവളുടെ ലൊക്കേഷനും അഡ്രസ്സും മാത്രം നീ കണ്ടുപിടിച്ച് തന്നാൽ മതി. അങ്ങനെ ഇപ്പോൾ അവൻ വീഡിയോ എടുത്ത ആ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് നകുലിന് അവൻ കൈമാറുകയാണ്. ഈ സമയം ആ പെൺകുട്ടിയാകട്ടെ അന്ന് നടന്ന സംഭവത്തെ പറ്റി കംപ്ലൈന്റ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെ അവളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അമർ അവിടെ എത്തുകയും ആ വീഡിയോ ക്ലിപ്പിന്റെ കുറച്ചു ഭാഗം അവളെ കാണിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ 6 മിനിറ്റുള്ള നിന്റെ ഈ വീഡിയോ എല്ലാ പോൺ സൈറ്റുകളിലും വൈറലാകും. ഇത് കേട്ട് ആ പെൺകുട്ടി ആകെ ടെൻഷനിലായി. തനിക്ക് 3 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഇതൊന്നും താൻ പബ്ലിക് ആക്കില്ല എന്ന് അവൻ പറയുന്നു. ഒടുവിൽ ഗതി കിട്ട പെൺകുട്ടി സമ്മതിക്കുകയും അവന്റെ കൂടെ കാറിലേക്ക് കയറുകയും ചെയ്തു. ATM-ൽ നിന്നും തൽക്കാലം അവളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് അവൻ എടുത്തു കൊടുത്തു. ബാക്കി ക്യാഷ് തനിക്ക് നാളെ തരണമെന്ന് പറഞ്ഞിട്ട് അവളെ അവളുടെ വീട്ടിലാക്കിയിട്ടാണ് അവൻ പോകുന്നത്. പോകുന്ന വഴിയിൽ അവൻ ആരെയോ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് കാശ് എന്നില്ലെങ്കിൽ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുമെന്ന്. കുറച്ചു കഴിഞ്ഞ് അവൻ ആ ബിൽഡിംഗിൽ എത്തിയ ശേഷം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരം നകുലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രശ്നമുണ്ട്, തനിക്ക് അത്യാവശ്യമായിട്ട് താമസിക്കാൻ മറ്റൊരു സ്ഥലം വേണമെന്നും ലോഗിൻ ചെയ്യാനും മറ്റുമായിട്ട് ഒരു IP അഡ്രസ് കൂടി വേണമെന്നും. എന്നാൽ മറുസൈഡിൽ നിന്നും നകുലിന്റെ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും തിരിച്ച് തന്റെ ആ ബിൽഡിംഗിലേക്ക് തന്നെ വരുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ ആരോ അതിക്രമിച്ച് കടന്നിട്ടുണ്ടായിരുന്നു. നീ ആരാന്ന് ചോദിച്ചുകൊണ്ട് അമറാകട്ടെ അയാളെ ആക്രമിക്കാൻ ചെന്നപ്പോഴേക്കും അയാൾ അമറിനെ അടിച്ചു വീഴ്ത്തുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളിലേക്കും ആൽക്കഹോൾ ഒഴിക്കുകയും അവനെ കെട്ടിയിട്ട ശേഷം അവന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അയാൾ ആ ബിൽഡിംഗ് ഉൾപ്പെടെ അവനെയും കത്തിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അമറിനെ കൊന്ന ഈ ഒരു കൊലയാളിയുടെ ഫേസ് നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഈ ഒരു മർഡർ കേസിനെ പറ്റി പോലീസുകാർ സംസാരിക്കുന്നതാണ്. കേരള തമിഴ്നാട് ബോർഡറിൽ നിന്നും ഒരു കത്തിക്കരിഞ്ഞ ബോഡി ഇവർക്ക് ലഭിച്ചിരുന്നു. തമിഴ്നാട് പോലീസിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഗോഡൌൺ കത്തിനശിക്കുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ബോഡി ആരോ എടുത്ത് പുഴയിൽ കൊണ്ടിടുകയും ചെയ്തതാണെന്നാണ്. ആ ബോഡിയാണ് ഇപ്പോൾ കേരളത്തിൽ പൊങ്ങിയിരിക്കുന്നത്. സംഭവം നടന്നിരിക്കുന്നത് തമിഴ്നാട് പോലീസിന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ കേസന്വേഷണം അവരാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ കിട്ടിയ ബോഡിയും അതിൽ നിന്നും കണ്ടെടുത്ത സാധനങ്ങളും എല്ലാം തന്നെ അവർക്ക് കൈമാറേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ നടപടിയെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. പക്ഷേ ഈ സംസാരിക്കുന്ന പോലീസുകാരൻ DYSP ദിനേശിനോട് പറയുന്നുണ്ട് തൽക്കാലം അവന്മാർ
അവന്മാരൊന്ന് കറങ്ങട്ടെ, ആ ബോഡിയുടെ കൂടെ കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ ഒരു 2 ആഴ്ചത്തേക്ക് താൻ തന്റെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി, അവന്മാർക്ക് പതിയെ കൊടുത്താൽ മതി. അത് ഡിവൈഎസ്പി ദിനേശ് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ബോഡിയുടെ കൂടെ കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ അയാൾ അവിടെ ഉണ്ടായിരുന്ന ലോക്കറിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. അതിനിടെ ദിനേശിനെ കാണാൻ കർണാടക വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെല്ലിലെ അലൻ എന്നൊരു പോലീസുകാരൻ വരുന്നുണ്ട്. നേരത്തെ നടന്ന അമറിന്റെ ആ കൊലപാതകം നേരിട്ട് കണ്ട ഒരു വിറ്റ്നസ് അലന്റെ അടുത്തുണ്ട്. ആ പെൺകുട്ടിക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടായതുകൊണ്ട് തന്നെ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവൾക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ ആ സംഭവത്തിന് ശേഷം അവൾക്കൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു. ഹെഡ് ഇഞ്ചുറി സംഭവിച്ചെങ്കിലും ആക്സിഡന്റിന് മുമ്പ് അവൾ കണ്ട ആ കൊലപാതകയുടെ മുഖം അവൾക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തി അവളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നവരെ അവൾ എന്റെ കൂടെയായിരിക്കും താമസിക്കുന്നത്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെല്ലിലെ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ വിറ്റ്നസിന്റെ ഐഡന്റിറ്റി എല്ലാം തന്നെ മാറ്റിയ ശേഷം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇവരെ സുരക്ഷിതമായി താമസിപ്പിക്കുക എന്നത് അലന്റെ ജോലിയായിരുന്നു. അതിന് അലൻ ഹെൽപ്പ് ചോദിക്കുന്നത് ദിനേശിനോടും. തന്റെ ബിൽഡിംഗിൽ ഒരു ഫ്ളാറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞിട്ട് ദിനേശ് അതിനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു. അവിടെ താമസിക്കുന്നിടത്തോളം കാലം അലന്റെ സഹോദരി ആൻ എന്ന ഐഡന്റിറ്റിയിലായിരിക്കും ഈ പെൺകുട്ടി താമസിക്കുക. അവളുടെ യഥാർത്ഥ പേര് അലീഷ എന്നാണ്. അതേ ബിൽഡിംഗിൽ തന്നെ മറ്റൊരു ഫ്ളാറ്റിലെ താമസക്കാരായിരുന്നു മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച സുദർശൻ എന്ന ആ ഡോക്ടറും നമ്മുടെ നായകനായ ഹരണും അവന്റെ 2 സഹോദരിമാരും. അവരെല്ലാവരും വളർന്ന് വലുതായിരിക്കുന്നു. നീരജ ഹരന്റെ കൂടെ ഇരുന്ന് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുകയാണ്. അവരുടെ അമ്മ സ്മിത നേരത്തെ തന്നെ മരിച്ചിരുന്നു. പിന്നീട് സുദർശനാണ് ഇവരെല്ലാം നോക്കി വളർത്തിയത്. ദേവിക ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇതേ ഫ്ളാറ്റിലേക്ക് തന്നെയാണ് അലനും അലീഷയും താമസത്തിനായി വരുന്നത്. ലിഫ്റ്റിൽ വെച്ച് ഇവരെല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നു. നമ്മളെല്ലാം അയൽക്കാരാണെന്ന് പറഞ്ഞിട്ട് നീരജ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുകയാണ്. അലന്റെ അലീഷയുടെയും കൂടെ ഒരു ലേഡി കോൺസ്റ്റബിൾ കൂടി ഉണ്ടായിരുന്നു. അവർ മെറ്റേണിറ്റി ലീവിലാണെങ്കിലും അവരുടെ കയ്യിൽ എപ്പോഴും തോക്കുണ്ടാകുമെന്നും താൻ ഇവിടെ സുരക്ഷിതയായിരിക്കുമെന്നും അലീഷയോട് അലൻ പറയുന്നുണ്ട്. ഹരന്റെ വീട്ടിലൊരു പൂച്ചയാകട്ടെ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് കയറി പോകുന്നത് പതിവാണ്. സുദർശൻ റൂബി എന്ന് പറഞ്ഞിട്ട് അതിനെ പലതവണ വിളിച്ചിട്ടും അത് തിരിച്ചു വരുന്നുണ്ടായിരുന്നില്ല. അത് മുകളിലെ പൈപ്പ് വഴി നേരെ എത്തുന്നത് അലീഷയുടെ ഫ്ളാറ്റിലേക്കുമായിരുന്നു. അതിനിടെ സുദർശനാകട്ടെ ഹരനോട് പറയുന്നുണ്ട് നമുക്ക് ആ ദിനേശിന്റെ ഫ്ളാറ്റ് വരെ പോകാമെന്ന്. അവിടെ സ്കൂട്ടർ മോഷണം പോയതിന്റെ പേരിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. അവരവിടെ ചെന്നപ്പോൾ അലനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദിനേശിന്റെ മകൻ കള്ളനെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ട് ആ കള്ളന്റെ മുഖം വരയ്ക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ആ കുട്ടി പറയുന്ന രീതിയിലല്ലോ നിങ്ങൾ ഇതൊക്കെ വരയ്ക്കുന്നതെന്ന് ഹരൻ ചോദ്യം ചെയ്യുന്നു. സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയൊക്കെ പറ്റുമെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഹരൻ ആകട്ടെ ആ കുട്ടി പറഞ്ഞ രീതിയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ആ ഒരു മുഖത്ത് വരച്ചു വെക്കുന്നുണ്ട്. മോൻ പറഞ്ഞ ചെവി ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെന്നാണ് അവൻ പറയുന്നത്. അത് കണ്ടുകൊണ്ട് ഹരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊരു ചെവി ഒരു മനുഷ്യനുമില്ല, ഇതൊക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് വരുന്നത് മാത്രമാണ്. ഇവിടെ പ്രശ്നം സോഫ്റ്റ്വെയറിന്റെയോ ഈ ആർട്ടിസ്റ്റിന്റെയോ അല്ല. ഇവൻ കള്ളനെ കണ്ടിട്ടില്ല, ഇവൻ പറയുന്നത് കള്ളമാണ്. അവനോട് കൂടുതൽ ചോദിക്കുമ്പോൾ അവൻ സത്യങ്ങൾ തുറന്നു പറയുന്നു. താൻ കള്ളനെ കണ്ടിട്ടില്ല, തന്റെ സഹോദരിയാണ് കള്ളനെ കണ്ടത്. അവൾക്ക് ഇതൊക്കെ പറയാൻ പേടിയായതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അതാണ് ഇപ്പോൾ വിവരിക്കുന്നത്. അങ്ങനെ ഹരൻ ആ പെൺകുട്ടിയോട് പോയിട്ട് ആ കള്ളനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ചോദിക്കുന്നു. അവൾ പറഞ്ഞ പ്രകാരം എല്ലാം തന്നെ ഹരൻ തന്റെ ബുക്കിലേക്ക് പകർത്തി. അവിടെ നിന്നിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. ഹരന് ഇതൊക്കെ അറിയാമെന്ന് അവർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവന്റെ അമ്മ സ്മിത പോലീസിലെ സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ കഴിവുകൾ അവനിലേക്കും അവർ പകർന്നു കൊടുത്തിരുന്നു. ഇപ്പോൾ അവൻ വരച്ച ആ ചിത്രം ആ പെൺകുട്ടിയെ കാണിച്ചതും അവള് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ആ കള്ളനെന്ന്. ഇത് കണ്ട് ദിനേശിന്റെ വൈഫ് പറയുന്നുണ്ട് ഇതിവിടെ ഇന്നലെ വന്ന ആ പ്ലംബർ ആണെന്ന്. ഹരന്റെ കഴിവ് മനസ്സിലാക്കിയ അലനാകട്ടെ ദിനേശിനോട് പറയുന്നുണ്ട് അലീഷ കണ്ടു എന്ന് പറയുന്ന ആ കൊലപാതകിയുടെ ഫേസും വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹരന്റെ സഹായം തേടിയാലോ എന്ന്. അങ്ങനെ ദിനേശ് ഓക്കെ പറഞ്ഞതോടുകൂടി അലനാകട്ടെ ഹരനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. എന്നാൽ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഹരനോട് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അലീഷ ഒരു കേസിലെ വിറ്റ്നസ് ആണെന്നും അവൾ പറയുന്ന ആളുടെ ചിത്രം വരയ്ക്കണമെന്നും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആഴ്ചകൾക്ക് മുമ്പ് കണ്ടൊരു ഫേസ് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഹരൻ പറയുന്നുണ്ട്. എന്നാൽ അവളുടെ ഫോട്ടോഗ്രാഫിക് മെമ്മറിയെ പറ്റി എല്ലാം തന്നെ അലൻ ഹരനോട് പറയുന്നുണ്ട്. അലീഷയുമായിട്ട് സംസാരിച്ച് ആ സ്കെച്ച് വരയ്ക്കാൻ നേരത്തും ഹരന് മനസ്സിലായി അവൾക്ക് ആ ആളുടെ ഫേസ് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടെന്ന്. എല്ലാ ഫീച്ചേഴ്സും വളരെയധികം വ്യക്തമായിട്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ അതിനനുസരിച്ച് വരച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വരച്ചൊരു ഘട്ടമെത്തി കഴിയുമ്പോൾ ഹരൻ പെട്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ വെച്ച് നമുക്ക് ഇന്നത്തെ സെക്ഷൻ നിർത്താമെന്ന്. അലീഷ എന്നിട്ട് അവൻ പറഞ്ഞു വിടുന്നു. എന്തുകൊണ്ടാ പെട്ടെന്ന് സെക്ഷൻ ഓവറാക്കിയെന്ന് അലൻ ചോദിക്കുമ്പോൾ ഹരൻ പറയുന്നുണ്ട് അവൾ കണ്ട ആളെ പറ്റി അവൾക്ക് കറക്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഓർമ്മയില്ല. എന്നിട്ട് ഹരൻ ആകട്ടെ ഒരു കേസിലെ ഒരു രേഖാചിത്രം എടുത്ത് കാണിക്കുന്നുണ്ട്. സ്കെച്ചുമായിട്ട് ആ കേസിലെ യഥാർത്ഥ പ്രതിക്ക് വലിയ ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സ്കെച്ച് പുറത്തു വന്നതോടുകൂടി അതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിരപരാധിയായ ഒരു വ്യക്തിയെ ഒരുപാട് പേർ ചൂഷണം ചെയ്തിരുന്നു. അന്നത് വലിയ വാർത്തയാവുകയും ചെയ്തു. അതുകൊണ്ട് തെറ്റായ ഒരു സ്കെച്ച് ഒരു നിരപരാധിയുടെ ജീവിതം തന്നെ ഇല്ലാതെയാക്കും. മാത്രമല്ല മറ്റൊരു കേസില് പ്രതിയുടേതെന്ന് പറഞ്ഞിട്ട് വരച്ച രേഖാചിത്രം ആ വരച്ചുകൊണ്ടിരുന്ന സ്കെച്ച് ആർട്ടിസ്റ്റിന്റേതായി മാറി. ഇവിടെ അലീഷയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. അവള് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് വരച്ചപ്പോൾ അത് എന്റെ ഫേസ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനാണ് കില്ലറെങ്കിൽ അവൾക്ക് എന്നെ ചൂണ്ടിക്കാട്ടി ഞാനാണ് കില്ലർ എന്നങ്ങ് പറഞ്ഞാ പോരെ. ഇങ്ങനെ പടം വരയ്ക്കേണ്ട കാര്യമൊന്നും വരുന്നില്ലല്ലോ. ഇത് കണ്ടപ്പോ ശരിക്കും അലന് ഞെട്ടിയിരുന്നു. ഹരൻ പറയുന്നുണ്ട് അവൾക്ക് റീസെന്റ് ആയിട്ട് ഒരു ആക്സിഡന്റ് ഫേസ് ചെയ്യേണ്ടി വന്നില്ലേ, അതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഇഷ്യൂ വന്നത്. അവളുടെ ഉള്ളിൽ ആ ഒരു ഫേസ് ഉണ്ടെങ്കിൽ
നമുക്കത് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാം. അവള് കില്ലറിനെ കണ്ടു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പിറ്റേന്ന് അലീഷയും കൂട്ടി ഇവർ രണ്ടുപേരും അവൾ കില്ലറിനെ കണ്ട ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള മ്യൂസിക് എല്ലാം തന്നെ അവൾക്ക് വെച്ചു കൊടുക്കുന്നു. മാത്രമല്ല അവൾ ആ കില്ലറിനെ കാണുന്നതിന് തൊട്ടുമുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുത്ത് പറയാനും പറയുന്നു. വൈകുന്നേരം ഒരു കോള് വന്നതിന് ശേഷമാണ് അവൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അവൾ ഇട്ടിരുന്നത് വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസുമായിരുന്നു. അവൾ അവിടുന്ന് ട്രെയിനിൽ കോയമ്പത്തൂർ എത്തിയ ശേഷം അവളുടെ ഫ്രണ്ടിന്റെ സ്കൂട്ടി എടുത്തിട്ടാണ് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയത്. സമുദ്ര സിൽക്സിലെ ആ പഴയ ബിൽഡിംഗിലേക്കാണ് ഞാൻ പോയത്. അത് കേട്ടതും പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഹരൻ ചോദിക്കുന്നുണ്ട് ഏത് ബിൽഡിംഗ് എന്ന്. സമുദ്ര സിൽക്സ് എന്ന് അവൾ ഒന്നുകൂടി എടുത്തു പറയുന്നു. അത് കേട്ടതും ഹരൻ ഞെട്ടി. കാരണം ആ ഒരു ബിൽഡിംഗിൽ വന്നിട്ട് അമറിനെ കൊന്നത് ഹരൻ തന്നെയായിരുന്നു. അതിനർത്ഥം അവൾ കണ്ടതും ഹരണിനെയാണ്. അപ്പോഴും അവന്റെ മനസ്സിലെ ഡൗട്ട് അങ്ങനെയെങ്കിൽ അവൾ എന്തുകൊണ്ട് തന്നെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല എന്നതാണ്. തന്റെ ഫേസിന്റെ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് രേഖാചിത്രം വരച്ചപ്പോൾ അവൾ കറക്റ്റ് ആയിട്ട് തന്റെ ഫേസ് പറഞ്ഞു. പക്ഷെ അവളുടെ മുന്നിൽ തൊട്ടടുത്ത് അവൻ നിന്നിട്ടും അവന്റെ ഫേസ് അവൾ തിരിച്ചറിയുന്നില്ല. എന്തായാലും ആ ഒരു പ്ലേസിലെത്തിയ ശേഷം അവൾ പറയുന്ന പ്രകാരം വീണ്ടും ആ ഒരു ചിത്രം അവൻ വരയ്ക്കുകയാണ്. എന്നാൽ ഇത്തവണ അവൻ മനഃപൂർവ്വം അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. എന്നിട്ട് ആ ചിത്രം അലിനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു റഫ് സ്കെച്ച് മാത്രമാണ്, കുറച്ചുകൂടി ചിത്രം ഡെവലപ്പ് ചെയ്യാനുണ്ട്. എന്നാൽ അവൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലല്ലോ മൂക്ക് വരച്ചിരിക്കുന്നതെന്ന് അലൻ ചോദിക്കുമ്പോൾ ഹരൻ പറയുന്നുണ്ട് അത് അവളുടെ മെമ്മറി എററായിരുന്നു, അത് പിന്നീട് കറക്റ്റ് ചെയ്തു, ഇപ്പോൾ ശരിയാക്കി വരച്ചതാണ്. തൽക്കാലം ഇതിപ്പോ അവളെ കാണിക്കണ്ട, മൊത്തം പൂർത്തിയാക്കിയിട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞെങ്കിലും അലൻ അത് കേൾക്കുന്നില്ല. അപ്പൊ തന്നെ അവളെ കൊണ്ടുപോയി അത് കാണിക്കുന്നുണ്ട്. അലീഷയാകട്ടെ അത് കണ്ടിട്ട് കൺഫേം ചെയ്യുന്നുണ്ട് ഇയാളെ തന്നെയാണ് ഞാൻ കണ്ടതെന്ന്. ഇതെല്ലാം കണ്ടിട്ട് ഹരൺ ആകെ ഡൗട്ടായിരുന്നു. അവള് ശരിക്കും കണ്ടത് തന്നെയാണെന്ന് ഹരൺ അറിയാം. പക്ഷെ വരച്ച ചിത്രം കണ്ടിട്ട് അവൾ എന്തുകൊണ്ട് മാറ്റി പറയുന്നുവെന്ന് അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ തിരിച്ച് ഫ്ളാറ്റിലെത്തിയ ശേഷം ലിഫ്റ്റിലേക്ക് പോകാൻ നേരം അലീഷയോട് ദേവിക വന്ന് സംസാരിക്കുന്നുണ്ട്. തന്റെ സഹോദരൻ എവിടെ, ഞാൻ കുറെ വിളിച്ചിരുന്നു, നിങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന ആ സ്ത്രീക്ക് പെട്ടെന്ന് ഡെലിവറി പെയിൻ വന്നുവെന്നും ഹോസ്പിറ്റലാക്കിയെന്നും. അലീഷ ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. എന്നെ മനസ്സിലായില്ലേ എന്ന് ദേവിക വീണ്ടും ചോദിക്കുന്നു. അലീഷ ഒന്നും മിണ്ടാതെ അവരുടെ എല്ലാം മുഖത്തേക്ക് നോക്കി കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ദേവിക പെട്ടെന്ന് അലനോട് പോയി കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹരന്റെ വീട്ടിലാകട്ടെ സുദർശനും ഹരനും മാത്രമേ ഉള്ളൂ. മുകളിലത്തെ ഫ്ളാറ്റില് അലീഷ മാത്രവും. ഹരനാകട്ടെ ഒരു നെറ്റ്വർക്ക് ജാമർ ഉണ്ടാക്കുകയാണ്. അത് തന്റെ പൂച്ചയുടെ കഴുത്തിൽ വെച്ച ശേഷം അവൻ മുകളിലത്തെ ഫ്ളാറ്റിലേക്ക് കയറ്റിവിട്ടു. പൂച്ച കരയുന്ന സൗണ്ട് കേട്ടിട്ടാണ് അലീഷ ഉണരുന്നത്. സമയം ഏകദേശം 1:30 ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം അവൾക്ക് ചെറിയ ഡൗട്ട് തോന്നാൻ തുടങ്ങി. അലീഷയെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹരൻ ആ ഫ്ളാറ്റിന്റെ ഡോറ് പതുക്കെ തുറന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ആ ടൈമിൽ തന്നെ ഫ്ളാറ്റിലേക്ക് തിരിച്ചു വന്ന അലനാകട്ടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കയറി വരികയായിരുന്നു. റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അലീഷ കാണുന്നത് ഡോറിന്റെ ലോക്ക് ആരോ തുറക്കാൻ ശ്രമിക്കുന്നതാണ്. അതേസമയം സുദർശൻ റൂബിയെ തിരക്കി അവിടേക്ക് വരുമ്പോ ഹരൻ അവിടെ നിൽക്കുന്ന കാണുന്നു. നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹരൻ പറയുന്നുണ്ട് എന്തോ സൗണ്ട് കേട്ടു, അതുകൊണ്ട് ഞാൻ നോക്കാൻ വന്നതാണെന്ന്. തുറന്നു കിടക്കുന്ന വാതിൽ കണ്ട് അവർ രണ്ടുപേരും അകത്തേക്ക് കയറുന്നു. അവരുടെ മുന്നിലാകട്ടെ തോക്കും ചൂണ്ടിപ്പിടിച്ച് അലീഷ നിൽപ്പുണ്ടായിരുന്നു. രണ്ടുപേരെയും നോക്കി കുറച്ചുനേരം നിന്നിട്ട് അവൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അവർ ശരിക്കും അത്ഭുതപ്പെട്ടു. അവരെ കണ്ടിട്ട് അലീഷയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇവിടേക്ക് വന്ന അലനെയും അലീഷ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അലീഷ ഇത് ഞാനാ അലനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ അയാളെ തിരിച്ചറിയുന്നത്. നിങ്ങൾ രണ്ടും എന്താ ഇവിടെയെന്ന് അലൻ ചോദിക്കുമ്പോൾ ഹരൻ പറയുന്നുണ്ട് ആരോ ഡോറ് വിളിക്കുന്ന സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന്. അവർ ഓരോരുത്തരും പേര് വിളിച്ച് സംസാരിച്ച ശേഷമാണ് അലീഷ അവരെ ഓരോരുത്തരെയും തിരിച്ചറിയുന്നത്. ഇതെല്ലാം സുദർശൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും അടുത്ത് നിന്നിട്ടും ഹരൻ വേറെ ആരോ ആണെന്നാണ് അലീഷ വിചാരിച്ചത്. ഹരന്റെ കാര്യം വിട്ടേക്ക്, എപ്പോഴും ഈ ഫ്ളാറ്റിലുള്ള അലനെ പോലും അവൻ പേര് പറഞ്ഞ് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് അലീഷ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സുദർശന് എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നുന്നു. അയാളൊരു ഫോട്ടോ കാണിച്ച അലീഷയോട് ഇത് ആരാണെന്ന് ചോദിക്കുന്നു. അവൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഇത് രജനീകാന്തിന്റെ ഫോട്ടോ ആയിരുന്നു. അയാളെ പോലും തിരിച്ചറിയാത്ത ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കി കഴിയുമ്പോഴാണ് അവർ പറയുന്നത് അവൾക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് ആണ്. അതായത് ആരുടെയും മുഖം അവൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അമീറിന്റെ കൊലപാതകം കണ്ട അവൾക്ക് പിന്നീട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനുശേഷമാണ് അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുന്നത്. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സുദർശൻ തന്റെ പൂച്ചയെ റൂബിയുടെ ഫോട്ടോ ആദ്യം കാണിക്കുന്നു. അതിനുശേഷം 3 പൂച്ചക്കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ കാണിക്കുന്നു. ഇതിൽ നിന്നും തന്റെ റൂബി ഏതാണെന്ന് കണ്ടെത്തി പറയാൻ പറയുന്നുണ്ട്. അലൻ ലെഫ്റ്റിലിരിക്കുന്നതാണെന്ന് പറയുന്നു. എന്നാൽ സുദർശൻ പറയുന്നുണ്ട് ഈ 3 പൂച്ചക്കുട്ടികളിലും എന്റെ റൂബി ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. മൃഗങ്ങളുടെ മുഖങ്ങളിലെ വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള കഴിവ് മനുഷ്യന്റെ തലച്ചോറിനില്ല. അത് മാത്രമല്ല ഈ റോഡ് പണികളിൽ ഉപയോഗിക്കുന്ന മെറ്റൽ കഷ്ണത്തിൽ നിന്നും ഒരു മെറ്റൽ കഷ്ണം എടുത്ത് നിങ്ങളെ കാണിച്ചിട്ട് അതൊരു കൂമ്പാരത്തിലെടുത്തിട്ടിട്ട് അതിൽ നിന്നും നേരത്തെ കാണിച്ച മെറ്റൽ കഷ്ണം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിന് അത് സാധിക്കില്ല. പക്ഷേ ലോകത്തിലെ ഏത് 2 മനുഷ്യരുടെയും മുഖങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ മനുഷ്യന്റെ തലച്ചോറിന് സാധിക്കും. അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ആ തലച്ചോറിന്റെ ഭാഗത്താണ് അലീഷയ്ക്ക് ക്ഷതമേറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ആൾക്കാരുടെ ഫേസ് തിരിച്ചറിയാൻ സാധിക്കാത്തത്. ഈ ഒരു മെഡിക്കൽ കണ്ടീഷനെ പ്രോസോപഗ്നീഷ്യ എന്നാണ് വിളിക്കുന്നത്. അലീഷയ്ക്ക് വസ്തുക്കൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല, ആൾക്കാരുടെ ഫേസ് തിരിച്ചറിയാനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ നിങ്ങൾ ഇവളോട് 5 മിനിറ്റ് ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് പുറത്തിറങ്ങി പോയിട്ട് മറ്റൊരു വേഷ്യത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൾ നിങ്ങളെ തിരിച്ചറിയില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ വരച്ചൊരു രേഖാചിത്രം
ചിത്രം അവൾ കണ്ട് ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ സുദർശൻ പറയുന്നുണ്ട് അവളുടെ ബ്രെയിൻ അവളോട് കള്ളം പറഞ്ഞതാണ്. ഒരിക്കലും അവൾക്കൊരു ചിത്രം കണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. നേരത്തെ കാണിച്ച പൂച്ചകളുടെ ഫോട്ടോയിൽ നിന്നും ഇല്ലാത്തൊരു പൂച്ചയെ അലൻ പിക്കൗട്ട് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവളുടെ ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവളുടെ ബ്രെയിൻ ആകട്ടെ ആൾക്കാരുടെ മറ്റു ഫീച്ചേഴ്സ് വെച്ചിട്ട് ആ ഒരു മുഖം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരും. ആൾക്കാരുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും സൗണ്ടും ഒക്കെ വെച്ചിട്ട് അവൾ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അത് അവൾ പോലും അറിയാതെ അവളുടെ ബ്രെയിൻ ചെയ്യുന്ന പ്രവൃത്തിയാണത്. ഇതൊക്കെ കൊണ്ടാണ് ആ ആക്സിഡന്റിന് ശേഷം താൻ ഫേസ് ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം അവൾ തിരിച്ചറിയാതെ പോയത് തന്നെ. ആ ഒരു നിമിഷം അവളുടെ മുന്നിലിരിക്കുന്ന എല്ലാവരെയും അവൾ കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ ആരുടെയും തന്നെ മുഖങ്ങൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇതുകൊണ്ടാണ് അവളുടെ മുന്നിൽ ഹരൺ വന്നു നിന്നിട്ടും കൊലയാളി അവനാണെന്നുള്ള കാര്യം അവൾ തിരിച്ചറിയാതെ പോയത്. ഇനി നമ്മളെ കാണിക്കുന്നത് അലീഷയുടെ സ്റ്റോറിയാണ്. ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് മൂവി പോകുന്നു. അവൾ ഒരു ചാനലിലെ ന്യൂസ് റീഡർ ആയിരുന്നു. ഒരു കഫേയിൽ വെയിറ്റ് ചെയ്തിരുന്ന അലീഷയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ഒരു പെൻഡ്രൈവ് കൊടുക്കുന്നുണ്ട്. ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് അമറിനെ പറ്റിയും അവൻ റേപ്പ് ചെയ്ത കുറച്ച് പെൺകുട്ടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. അതിലൊരു പെൺകുട്ടിയെ പോയി അവൾ കാണുന്നു. പലയിടത്തു നിന്നും പെൺകുട്ടികളുടെ നഗ്ന വീഡിയോസ് പകർത്തിയ ശേഷം അതിന്റെ പേരിൽ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും റേപ്പ് ചെയ്യുകയും ചെയ്യുന്നത് അമറിന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ തന്റെ ചാനലിൽ കാണിച്ചിട്ട് ഒരു സ്റ്റോറി ചെയ്യാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവളുടെ സീനിയർ പറയുന്നുണ്ട് ആ സ്റ്റോറി ചെയ്യാൻ ഇത്രയും വിവരങ്ങൾ മാത്രം പോരാ എന്ന്, കൂടുതൽ വിവരങ്ങൾ വേണം. അല്ലെങ്കിൽ നിനക്ക് ഇത് ആരാണോ തരുന്നത് അയാൾ വന്ന് ചാനലിലിരുന്ന് സംസാരിക്കണം, എന്നാൽ മാത്രമേ ഈ സ്റ്റോറി ചെയ്യാൻ പറ്റൂ. അലീഷ അങ്ങനെ തനിക്ക് വിവരങ്ങൾ തരുന്ന ആളെ കാണാൻ പോകുന്നു. അത് നമ്മുടെ മൂവിയിൽ തുടക്കത്തിൽ കാണിച്ച നകുല് തന്നെയായിരുന്നു. ഈ ചാനൽ വന്ന് നിന്റെ ഫേസ് റിവീൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നില്ല. ഓൾറെഡി അമർ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനിതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ വെറുതെ വിടില്ല. പകരം തന്റെ കയ്യിൽ ഒരു തെളിവുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അമറിന്റെ ഈ പ്രവൃത്തിക്ക് ഇരയായ ഒരു പെൺകുട്ടിയുടെ സഹോദരനെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു റെക്കോർഡിംഗ് അവൻ കേൾപ്പിച്ചു കൊടുക്കുന്നു. അതിൽ വൺ സൈഡ് ഓഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെയായിരുന്നു: നിന്റെ സഹോദരിയോടെ ഞാൻ ചെലവഴിച്ച കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുള്ളൂ. ഇതിന്റെ 1 മണിക്കൂർ നീണ്ട വീഡിയോ ഞാൻ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് 25 ലക്ഷം രൂപ നീ എനിക്ക് തരണമെന്ന്. അത് കേട്ടതും അലീഷ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇവരെങ്കിലും നമുക്കിപ്പോൾ രക്ഷിക്കണമെന്ന്. അവൾ ആ ഓഡിയോയുമായിട്ട് നേരെ പോകുന്നത് അലന്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെയാണ് അലനും അലീഷയും ആദ്യം കണ്ടുമുട്ടുന്നത്. കാര്യങ്ങളെല്ലാം കേട്ട് അമറിന്റെ ലൊക്കേഷനും അവളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അലൻ പറയുന്നുണ്ട് തൽക്കാലം ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തരാനും ആ ലൊക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ നാളെ തന്നെ അവനെ പൊക്കുമെന്നും. പക്ഷെ അന്ന് രാത്രി അലീഷയെ ചാനലിലെ സീനിയർ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ സ്റ്റോറി ഫുൾ സെഗ്മെന്റ് ആയിട്ട് എനിക്ക് റൺ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ അതിന്റെ കുറച്ച് ഒറിജിനൽ പിക്സും വീഡിയോസും മറ്റും വേണമെന്ന്. അതായത് ഈ അമർ താമസിക്കുന്ന സ്ഥലത്തിന്റെ വീഡിയോസും പിക്ചറും. അന്ന് രാത്രി തന്നെ അവളത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂർ ട്രെയിനിലെത്തിയ ശേഷം തന്റെ ഫ്രണ്ടിന്റെ സ്കൂട്ടിയും എടുത്തിട്ട് സമുദ്ര സിൽക്സിന്റെ പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് പോകുന്നു. അലൻ അവൾക്ക് കൊടുത്ത അയാളുടെ വിസിറ്റിംഗ് കാർഡ് കൂടി അവൾ തന്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബിൽഡിംഗിലെത്തി അലീഷ നോക്കുമ്പോഴാകട്ടെ അമർ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. അവൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത കാരണം തന്റെ ഫോണിൽ അവളത് റെക്കോർഡ് ചെയ്ത് സൂം ചെയ്ത് നോക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അയാൾ അവിടെ നിന്നും പോയി അതിന്റെ പിറകെ അമറും അവിടെ നിന്നും പോയിരുന്നു. അത് കഴിഞ്ഞ് അലീഷ നോക്കുമ്പോൾ മറ്റൊരു വ്യക്തി അതിനുള്ളിലേക്ക് വരുന്നതും അവിടെയെല്ലാം പരിശോധിക്കുന്നതും അവിടെ തീ കൊളുത്താൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ വിതറുന്നതുമാണ് കാണുന്നത്. ആ സമയം തന്നെ അമർ അവിടേക്ക് വരികയും അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹരൺ ആയിരുന്നു. അങ്ങനെ ഹരൺ അമർ ഉൾപ്പെടെ ആ ബിൽഡിങ്ങിന് തീ കൊളുത്തിയ ശേഷം പുറത്തേക്ക് വരുമ്പോഴാണ് അവന്റെ മുഖം വ്യക്തമായിട്ട് അലീഷ കാണുന്നത്. പക്ഷെ ആ ബിൽഡിങ്ങിന് തീപിടുത്തം ഉണ്ടായത് കാരണം അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ താഴേക്ക് ചാടിയിരുന്നു. അവളുടെ ഫോണും സാധനങ്ങളും എല്ലാം തന്നെ ആ ബിൽഡിങ്ങിനുള്ളിൽ പെട്ടുപോയി. അവിടെ നിന്നും അവൾ സ്കൂട്ടി എടുത്ത് പോകുന്ന വഴിക്ക് ഒരു ലോറി വന്ന് അവളെ ഇടിക്കുകയും ആ ആക്സിഡന്റിൽ അവളുടെ തലയ്ക്ക് വലിയ രീതിയിൽ പരുക്ക് പറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവൾക്ക് ഈ ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന അവസ്ഥ വന്നത്. അവളുടെ കയ്യിൽ നിന്നും കിട്ടിയ അലന്റെ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഡോക്ടേഴ്സ് അലനെ കോൺടാക്ട് ചെയ്യുന്നതും അവൾക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യം പറയുന്നതും. അലീഷയുടെ ഈ കണ്ടീഷനിൽ നിന്നും അവളെ റിക്കവർ ആക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് സുദർശൻ അവളോട് പറയുന്നുണ്ട് 2 വ്യക്തികളുടെ ഫേസിനെ തമ്മിൽ വേർതിരിച്ചറിയുന്ന എന്തെങ്കിലും മാർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സോ ഉണ്ടോ എന്ന് കണ്ടെത്തി അതിലൂടെ ആ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. അതേ ഇപ്പോൾ അലീഷയ്ക്ക് ചെയ്യാൻ പറ്റൂ. ഇവിടെ അലനാകട്ടെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. കാരണം അലീഷ ആദ്യമേ തന്നെ കൊലയാളിയുടെ ചിത്രം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ശരിക്കും ഹരന്റെ മുഖം തന്നെയായിരുന്നു. അവളെ സംബന്ധിച്ച് അത് ഹരനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പക്ഷം ഹരൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റൊരു മുഖം വരച്ചതാകാം. അതുകൊണ്ടായിരിക്കാം രണ്ടാമത് ചിത്രം വരച്ചിട്ട് അവളെ തൽക്കാലം കാണിക്കണ്ടെന്ന് പോലും ഹരൻ പറഞ്ഞത്. അലന്റെ സംശയം മുഴുവൻ ഹരനിലേക്ക് നീങ്ങി. അലൻ സുപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിളിച്ച ശേഷം ഹരന്റെ ഫുൾ ഡീറ്റെയിൽസും തനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ 6 മാസം അവൻ എവിടെയായിരുന്നു, എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ വേണം. അതിനുശേഷം അലൻ നേരെ ഹരനോട് പോയി സംസാരിക്കുന്നു. നീ എന്തിനാണ് അമറിനെ കൊന്നതെന്ന് ചോദിക്കുന്നു. അതിന് അയാളെ ഒന്ന് നോക്കുകയല്ലാതെ ഹരൻ ഒരു മറുപടിയും പറഞ്ഞില്ല. അവിടെ വെച്ച് തന്നെ അലനാകട്ടെ ദിനേശിനെ വിളിച്ചു പറയുന്നുണ്ട് അമർ കൊലക്കേസിലെ പ്രതി ഹരൻ തന്നെയാണെന്ന്. ദിനേശും മറ്റു പോലീസുകാരും അവിടെ എത്തിക്കഴിയുമ്പോൾ അവര് ചോദിക്കുന്നുണ്ട് നേരത്തെ അലീഷയുടെ സഹായത്തോടെ വരച്ച ആ പിക്ചറിലുള്ളത് ആരാണെന്ന്. അലൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തെ ഇല്ല, അതവൻ വെറുതെ വരച്ചതാണ്. പക്ഷെ കറക്റ്റ് ആ സമയത്ത് ആ രേഖാചിത്രത്തിൽ ഉള്ളപ്പോൾ ഒരാള് അവിടേക്ക് കയറി വരികയും കൊലപാതകം ചെയ്തത് താനാണെന്ന് ഏറ്റു പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ശരിക്കും
ശരിക്കും അലൻ ഞെട്ടിപ്പോയി. അയാളുടെ പേര് അമീർ അലി എന്നായിരുന്നു. രേഖാചിത്രത്തിലുള്ള യഥാർത്ഥ പ്രതി വന്ന കുറ്റസമ്മതം നടത്തിയ സ്ഥിതിക്ക് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്തൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അലനാകട്ടെ നേരെ ഹരന്റെ പിറകെ പോയി. അവന്റെ ഒരു കടയിലിരിപ്പുണ്ടായിരുന്നു. അവിടെ പോയി അവനോട് സംസാരിക്കുന്നു. അലൻ ഹരനോട് പറയുന്നുണ്ട്, എനിക്ക് ആവശ്യം വേറെ ഒന്നുമല്ല. അമീറിന്റെ ആ ബിൽഡിംഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഹാർഡ് ഡ്രൈവ് ഉണ്ട്. ആ കത്തിക്കറിഞ്ഞ സ്ഥലത്ത് നിന്നും അത് നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണം. അമറിന്റെ കൊലപാതകയെ അന്വേഷിച്ചല്ല, ആ ഹാർഡ് ഡ്രൈവ് അന്വേഷിച്ചാണ് അലൻ വന്നതെന്നുള്ള കാര്യം അപ്പോഴാണ് ഹരന് മനസ്സിലാകുന്നത്. പക്ഷെ കൂടുതലൊന്നും ചോദിക്കാതെ ഹരൻ പറയുന്നുണ്ട്, സാറ് പറയുന്ന പോലെ ഞാനാണ് ആ ബിൽഡിംഗ് കത്തിച്ചതെങ്കിൽ അതിൽ നിന്ന് ഒന്നും എടുക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അത് മുഴുവൻ കത്തിക്കരിഞ്ഞു പോയില്ലേ. അതിനിടെ ദിനേശ് ആകട്ടെ അലനെ വിളിച്ചിരുന്നു. അലൻ ഒരു തവണ കൂടി ദിനേശിനോട് ചോദിക്കുന്നുണ്ട്, അമറിന്റെ ബോഡി നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് അയാളുടെ ശരീരത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോഴാണ് ദിനേശ് ആ കാര്യം പറയുന്നത്. അയാളുടെ ബെൽറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഹാർഡ് ഡ്രൈവ് കിട്ടിയെന്നും അത് തങ്ങൾ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും. ഇതെല്ലാം കേട്ട ഹരൻ അയാളോട് ചോദിക്കുന്നുണ്ട്, സാറിന് വേണ്ടത് കൊലപാതകിയല്ല, ആ ഹാർഡ് ഡ്രൈവ് ആണല്ലേ എന്ന്. ഈ കഥയിൽ നീയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അയാൾ പോവുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അമറുമായിട്ട് ഈ അലന് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടായിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടികളോടുള്ള ബ്ലാക്ക് മെയിലിംഗില് അലനും പങ്കുണ്ടായിരുന്നു. ദിനേശ് വന്ന് സുദർശനോട് ചോദിക്കുന്നുണ്ട്, ഹരൻ ഈ കേസുമായിട്ട് എന്താ ബന്ധമെന്ന്. അതേസമയം അലന സുപ്രിയ എന്ന് പറയുന്ന പെണ്ണിന്റെ കോളും വരുന്നുണ്ട്. നീരജ എന്ന പെൺകുട്ടിയുടെ സ്റ്റെപ്പ് ബ്രദറാണ് ഹരൻ എന്ന് അവർ മനസ്സിലാക്കി. ഇതാണ് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണിക്കുന്നത്. ഹരന്റെ സിസ്റ്റർ നീരജയും അമറിന്റെ ഈ ഒരു കളിയിലെ ഇരയായിരുന്നു. നീരജയും അവളുടെ ഫ്രണ്ട് സക്കീനയും ഒരുമിച്ചാണ് അമർ തട്ടിക്കൊണ്ടുപോവുകയും റേപ്പ് ചെയ്യുകയും ചെയ്തത്. ഈ സത്യങ്ങളെല്ലാം തന്നെ സുദർശൻ അലീഷയോട് തുറന്നു പറയുന്നു. അതേ ടൈമിൽ തന്നെ ദിനേശ് അലനെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റു പോലീസ് ഓഫീസറോട് തിരക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയാളൊരു ക്രിമിനൽ ആണെന്നും ഇപ്പോൾ അയാളൊരു പോലീസ് ഓഫീസർ അല്ല എന്നും. അവിടുത്തെ പോലീസുകാരെല്ലാം തന്നെ ഇയാളെ അന്വേഷിച്ച് നടപ്പാണ്. അലീഷയുടെ സത്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ച സുദർശനാകട്ടെ അവളെയും കൂട്ടി ഹരന്റെ അടുത്താണ് എത്തുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എല്ലാ കഥകളും അലീഷയോട് പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു നീരജ അതിക്രൂരമായ റേപ്പിനിരയായത്. ആ ഒരു ഷോക്ക് മാറാൻ ഹരന്റെ ഫാമിലിക്ക് കുറെ ടൈം എടുത്തു. ആ ഒരു സമയത്ത് നീരജയുടെ റിക്കവറി മാത്രമായിരുന്നു അവരുടെ മൈൻഡില്. ഒരു പ്രശ്നത്തിനും പോകണ്ട എന്ന് ദേവിക പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഹരൻ അടങ്ങിയിരുന്നത്. അങ്ങനെ ബാംഗ്ലൂർ ജോലിയെല്ലാം രാജിവെച്ചിട്ട് അവരെല്ലാവരും നാട്ടിലേക്ക് വന്നു. കുറച്ച് നാള് കഴിഞ്ഞ് ബാംഗ്ലൂർ തങ്ങളുടെ നെയ്ബറായിരുന്ന അൻസാർ അലി എന്ന വ്യക്തി ഇവരെ കാണാൻ വേണ്ടി വന്നു. അന്ന് നീരജയുടെ കൂടെ റേപ്പിനിരയായ സക്കീന എന്ന പെൺകുട്ടിയുടെ സഹോദരനായിരുന്നു അത്. ആ റേപ്പിന്റെ കുറച്ച് വിഷ്വൽസ് അയാൾക്കാരോ അയച്ചു കൊടുക്കുകയും അതിന്റെ പേരിൽ അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ഫുൾ വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കേണ്ടെങ്കിൽ 25 ലക്ഷം രൂപ അയാൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയായിരുന്നു അന്ന് നകുല് അലീഷയ്ക്ക് തെളിവായിട്ട് കൊടുത്തതും. ആ ഒരു സംഭവം കേട്ടതോടുകൂടി നാളെ നീരജയ്ക്കും അങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഹരൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അൻസാറിന്റെ കൂടെ ഹരണു ഇറങ്ങി തിരിച്ചു. അങ്ങനെയാണ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ആ ഗോഡൌണിലെത്തി അമറിനെ അവർ കൊല്ലുന്നത്. ആ ഒരു കേസിൽ അൻസാറിന്റെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ അവന്റെ ഭാവി ഇല്ലാതാകുമെന്ന് അവന്റെ അച്ഛൻ അമീർ അലിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വന്ന് ഹരനോട് സംസാരിക്കുന്നുണ്ട്. തന്റെ മകന്റെ പേര് ഇതിൽ പുറത്തു വരാൻ പാടില്ല എന്നും കേസ് എന്തെങ്കിലും വരുവാണെങ്കിൽ താനത് ഏറ്റെടുത്തു കൊള്ളാമെന്നും. അതുകൊണ്ടാണ് കൊലയാളിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞ സമയത്ത് ഹരനാകട്ടെ അമീർ അലിയുടെ ചിത്രം വരച്ചത്. തന്റെ മകനെ ഹരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ സ്വയം കീഴടങ്ങിയതും. അമർ മരിച്ചു കഴിഞ്ഞിട്ടും അവന്റെ ഗ്യാങ്ങിലുള്ള ആരെങ്കിലും അവന്റെ കൊലയാളിയെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ടുവന്നത് ഒരു പോലീസ് ഓഫീസറായ അലനായിരുന്നു. അലനും ഇതിലൊരു കണ്ണിയാണെന്ന് മനസ്സിലായതോടുകൂടി അലീഷ ആകെ ഞെട്ടി. അലൻ ഒരു ക്രിമിനലാണെന്നുള്ള കാര്യം ദിനേശ് ഹരനെ വിളിച്ചു പറയുന്നുണ്ട്. അയാൾക്ക് വേണ്ടത് ഹാർഡ് ഡ്രൈവ് ആണ്. അതിനു മുൻപ് നമ്മളത് എടുത്തിട്ട് അതിനുള്ളിൽ എന്താണെന്ന് പരിശോധിക്കണം. എന്നാൽ അത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് ദിനേശ് പറയുന്നത്. ഹരൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ വിശ്വാസമില്ലെങ്കിൽ അലീഷയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്നും അലീഷയുടെ ഫ്രണ്ട് നകുലിന്റെ സഹായത്തോടു കൂടി അത് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്നും പറയുന്നു. ആ ഒരു ഡീലിന് ദിനേശും ഓക്കെ പറയുന്നുണ്ട്. നകുലും അവര് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയായിരുന്നു. ഹരനും അലീഷയെ കൂട്ടി അവർ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ കറക്റ്റ് ആ സമയത്ത് അലന്റെ വണ്ടി വന്ന് ഇവരുടെ വണ്ടിയെ ഇടിക്കുകയും ചേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ചേസിംഗ് കുറച്ചധികം ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ഹരൻ അലീഷയോട് പറയുന്നുണ്ട്, താനിവിടെ ഇറങ്ങി നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അലീഷിന്റെ കയ്യിൽ നിന്ന് ഹാർഡ് ഡ്രൈവ് വാങ്ങി നകുലിന്റെ സഹായത്തോടെ അത് പരിശോധിക്കണമെന്ന്. അങ്ങനെ വഴിയിൽ അലീഷ ഇറങ്ങി. അലന്റെ ഹരന്റെയും കാർ ചേസിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടം എത്തുമ്പോൾ ഇവർ രണ്ടുപേരുടെയും കാർ ആക്സിഡന്റ് ആകുന്നു. പിന്നീട് കാണിക്കുന്നത് 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. അലീഷ വന്നിട്ട് സുദർശനോട് പറയുന്നുണ്ട്, 2 ദിവസമായിട്ട് ഞാൻ ആരെ കാണണം, ആരോട് സംസാരിക്കണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്താ കാര്യമെന്ന് സുദർശൻ ചോദിക്കുമ്പോഴാണ് അന്ന് നടന്ന ആ സംഭവങ്ങളെ പറ്റി അലീഷ പറയുന്നത്. രാത്രിയിൽ ആ ഏരിയയിൽ താൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഹരൻ കാറുമായിട്ട് വന്നു. അവന്റെ കഴുത്തിലൊക്കെ മുറിവ് പറ്റിയിരുന്നു. അവന്റെ കൂടെ കാറിൽ കയറി നേരെ പോയത് ഡിവൈഎസ്പി ദിനേശിനെ കാണാനാണ്. അവിടെ എത്തിയ ഹരനാകട്ടെ ദിനേശിനെ ഷൂട്ട് ചെയ്ത് അയാളുടെ വണ്ടിയിലിരുന്ന ഹാർഡ് ഡ്രൈവും എടുത്തുകൊണ്ടാണ് പോയത്. പുറത്തേക്ക് ഇറങ്ങി വന്ന എന്നെയും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ നേരെ തോക്ക് ചൂണ്ടിയിരുന്നു. പക്ഷെ അയാൾ ഷൂട്ട് ചെയ്തില്ല. എന്നാൽ ഇത് കേട്ട് സുദർശൻ പറയുന്നുണ്ട്, താൻ തെറ്റിദ്ധരിച്ചതായിരിക്കും, അതൊരിക്കലും ഹരനല്ല എന്ന്. ആ സമയത്ത് അവിടേക്ക് നകുല് വരുന്നുണ്ട്. അലീഷ കാര്യങ്ങളെ പറ്റി നകുലിനോട് പറയുമ്പോൾ നകുല് പറയുന്നുണ്ട്, ആ സമയത്ത് ഞാൻ അവിടെ വന്നിരുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അത് ഹരനല്ല അലനാണ്. എന്നാൽ അലീഷയ്ക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സുദർശൻ പറയുന്നത് തന്റെ ഫേസ് ബ്ലൈൻഡ്നെസ് ആണ് ഇതിനെല്ലാം കാരണമെന്ന്. അവൾ വീണ്ടും കൺഫ്യൂഷനിലായി. അവിടേക്ക് ഹരൻ
ഹരൻ വരുന്നുണ്ട്. നീ പറഞ്ഞത് നീ കണ്ട ഹരന്റെ കഴുത്തിൽ മുറിവ് പറ്റിയെന്നല്ലേ? ഈ നിൽക്കുന്ന ഹരന്റെ ശരീരത്തിൽ അങ്ങനൊരു മുറിവില്ല. ഇനിയാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. രണ്ടു വണ്ടിയും ആക്സിഡന്റ് ആയ സമയത്ത് അലനാകട്ടെ തന്റെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഹരനെ ഷൂട്ട് ചെയ്ത ശേഷം അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ജാക്കറ്റും അവന്റെ വണ്ടിയും എടുത്തിട്ടാണ് അലീഷയുടെ അടുത്തേക്ക് വന്നത്. അവന്റെ ഡ്രസ്സിങ്ങും വണ്ടിയെല്ലാം കണ്ടിട്ട് അലീഷയുടെ ബ്രെയിൻ അവന് ഹരന്റെ ഫേസ് ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് അവിടേക്ക് വന്ന ആ വ്യക്തിയെ അലീഷ ഹരൻ എന്ന് വിളിച്ചതും അവന്റെ കൂടെ വണ്ടിയിൽ കയറിപ്പോയതും. അത് യഥാർത്ഥത്തിൽ അലനായിരുന്നു. ഹരനായിരുന്നെങ്കിൽ ഒരിക്കലും ഡിവൈഎസ്പി ദിനേശിനെ ഷൂട്ട് ചെയ്യുകയില്ല, ആ ഹാർഡ് ഡ്രൈവ് എടുത്തിട്ട് പോവുകയുമില്ല. ഇനിയാണ് ഈ അലൻ ആരാണെന്നും അയാൾക്ക് ഈ സ്റ്റോറിയിലെ യഥാർത്ഥ റോൾ എന്താണെന്നും പറയുന്നത്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെല്ലിലെ ഓഫീസറായിരുന്നു അലൻ. അതായത് വലിയ വലിയ കേസുകളിൽ സാക്ഷി പറയുന്ന ആൾക്കാരുടെ ജീവന് ഭീഷണി ഉണ്ടാകാറുണ്ട്. അവരുടെ ഐഡന്റിറ്റി എല്ലാം തന്നെ മാറ്റിയ ശേഷം അവരെ സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിക്കാറുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്തായിരുന്നു അലന്റെ ജോലി. എന്നാൽ അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച അലനാകട്ടെ സിൻസിയറായിട്ട് നിൽക്കാതെ സാക്ഷികളുടെ പുതിയ ഐഡന്റിറ്റിയും അവരുടെ ലൊക്കേഷനും എല്ലാം തന്നെ ക്രിമിനലുകൾക്ക് വിൽക്കാൻ തുടങ്ങി. അയാൾ അതിൽ നിന്നും ഒരുപാട് ക്യാഷും സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രതിഭാഗത്ത് നിൽക്കുന്ന ക്രിമിനൽസിന് ഈ സാക്ഷികളുടെ വിവരങ്ങൾ കിട്ടുന്നതോടുകൂടി ആ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ആ സാക്ഷികളെ അവർ കൊല്ലാൻ പോലും മടിച്ചിരുന്നില്ല. അലന്റെ ഈ ഐഡന്റിറ്റി ബിസിനസ്സിലെ മെയിൻ കണ്ണി എന്ന് പറയുന്നത് സുപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അലന്റെ സുപ്രിയയുടെയും ഈ ഐഡന്റിറ്റി ബിസിനസ്സിൽ പെട്ടുപോയൊരു സ്ത്രീയാണ് ചിത്ര. അവരുടെ ഹസ്ബൻഡ് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അവർ സാക്ഷി പറഞ്ഞ ആ കേസിലെ പ്രതിയാകട്ടെ ചിന്നപ്പ എന്ന് പറയുന്ന ഒരാളും. ചിന്നപ്പയെ കാണിക്കുന്ന സമയത്ത് അയാളുടെ അസിസ്റ്റന്റ് വന്ന് അയാളോട് പറയുന്നുണ്ട് നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയറൻസ് കിട്ടിയില്ല, അതുകൊണ്ട് വേറെന്തെങ്കിലും വഴി നോക്കണമെന്ന്. അയാൾ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ഒരു ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്യാൻ. ചിന്നപ്പയുടെ പല സ്കാമുകളും പുറത്തു കൊണ്ടുവന്നത് ഈ ചിത്രയുടെ ഹസ്ബൻഡായ ജേർണലിസ്റ്റ് ആയിരുന്നു. അതിൽ ദേഷ്യം തോന്നിയ ചിന്നപ്പയാകട്ടെ വീട്ടിൽ വന്ന് ഈ ജേർണലിസ്റ്റിനെ വെടിവെച്ച് കൊല്ലുന്നു. അതിന് സാക്ഷിയായത് അയാളുടെ വൈഫ് ചിത്രയും. ആ കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് തന്നെ പലതവണ ചിന്നപ്പ ചിത്രയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് കോടതി ചിത്രയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത്. ആ ജോലി വന്നതാകട്ടെ അലനിലേക്കും. പക്ഷെ അലനാകട്ടെ ചിത്രയുടെ പുതിയ ഐഡന്റിറ്റി ലൊക്കേഷനും എല്ലാം തന്നെ ചിന്നപ്പയ്ക്ക് കൈമാറി. അതിന്റെ അടുത്ത ദിവസം തന്നെ ചിന്നപ്പ ചിത്രയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവരതിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ കഥ പറയുന്നതിന്റെ ഇടയ്ക്ക് തന്നെ മറ്റൊരു സീനും കാണിക്കുന്നുണ്ട്. അലൻ വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു പയ്യന്റെ കയ്യിലേക്ക് ഒരു പാഴ്സൽ കൊടുത്തുവിടുന്നു. അവനത് വീട്ടിൽ പോയി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അതിനുള്ളൊരു പെൻഡ്രൈവ് ആയിരുന്നു. അത് ടിവിയോട് കണക്ട് ചെയ്ത് അതിലെന്താണെന്ന് അവൻ നോക്കാനും ശ്രമിക്കുന്നുണ്ട്. കഥ വീണ്ടും ഹരന്റെ അടുത്തേക്ക് വരികയാണ്. ചിത്രയുടെ നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഐഡന്റിറ്റി ചോർന്നുവെന്ന് മനസ്സിലാക്കിയതോടുകൂടി അലനെ ആ ഓഫീസർ സ്ഥാനത്തിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് ജോലി കിട്ടു. എന്നാൽ ചിന്നപ്പയ്ക്ക് വേണ്ടി ഇത് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട അലനും ഇതിൽ കുടുങ്ങിയ കാരണം എങ്ങനെയെങ്കിലും ചിത്രയെ കൊല്ലണമെന്നതായിരുന്നു അലന്റെ ലക്ഷ്യം. തന്റെ ഓഫീസിലുള്ള കോണ്ടാക്ട് വെച്ചിട്ട് ചിത്ര ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണെന്ന് അയാൾ കണ്ടെത്തി. പക്ഷേ ഹിയറിംഗിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വിറ്റ്നസിനെ കൊണ്ടുപോകുന്നത് നാഷണൽ എയർലൈൻസിന്റെ ഫ്ലൈറ്റിലായിരിക്കും. ആ ദിവസം ബാംഗ്ലൂരിൽ സ്റ്റോപ്പുള്ള ഒരേ ഒരു എയർലൈൻ മാത്രമേ അതുവഴി പോകുന്നുള്ളൂ. അത് കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം കൊച്ചിയിൽ നിന്നും പുറപ്പെടും. പക്ഷേ ചിത്രമാളിനെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അലൻ ആക്രമിക്കില്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ കരിയർ തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരെയാണ് അവരുടെ കൊലപാതകത്തിന് വേണ്ടിയിട്ട് അലൻ ഉപയോഗിച്ചിരിക്കുന്നത്. നീരജയുടെ കൂടെ റേപ്പിനിരയായ സക്കിനയുടെ ബ്രദർ അൻസാർ ബാംഗ്ലൂർ എയർപോർട്ടില് ഗ്രൗണ്ട് സ്റ്റാഫ് ആണ്. ചിത്രയെ ഏത് വിധേനയും കൊല്ലാൻ വേണ്ടിയിട്ട് അയാളെയും അലൻ സെറ്റാക്കിയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അയാളുടെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞതും റേപ്പ് ചെയ്ത വീഡിയോസ് എടുത്തതും. അന്ന് സക്കീനെ മാത്രമാണ് പിടിച്ചുകൊണ്ടുപോകാൻ അമറിനോട് പറഞ്ഞത്. പക്ഷേ അമറാകട്ടെ സക്കീനയുടെ കൂടെ നീരജയും കൊണ്ടുപോയി. ആ വീഡിയോസ് എല്ലാം അവൻ സൂക്ഷിച്ചു വെച്ചിട്ട് മാസങ്ങളോളം അലന്റെ കോളിന് വേണ്ടി കാത്തിരുന്നു. അവരുടെ പ്ലാനിങ് അങ്ങനെ നീണ്ടുപോയത് കാരണമാണ് അലൻ അറിയാതെ അമറാകട്ടെ ഈ സക്കീനയുടെ ബ്രദറിനെ ഭീഷണിപ്പെടുത്തി 25 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ആ ഒരൊറ്റ കാര്യം അമർ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയ കളിയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായത് തന്നെ. വീണ്ടും പഴയ ഒരു സീൻ കാണിക്കുന്നു. ആ കുട്ടി പെൻഡ്രൈവ് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അതിലാകട്ടെ ആ കുട്ടിയുടെ സഹോദരിയുടെ വീഡിയോ ക്ലിപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് ആ കുട്ടി ബോധം കെട്ട് വീഴുന്നു. ആ കുട്ടിയുടെ അച്ഛനെ അലൻ വിളിക്കുന്നുണ്ട്. ആ വ്യക്തി ആരാണെന്നുള്ളത് നമ്മളെ കാണിക്കുന്നില്ല. നിങ്ങളുടെ മകളുടെ ലൈഫ് സേഫ് ആക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അലൻ അയാളോട് പറയുന്നു. കഥ വീണ്ടും ഹരന്റെ അടുത്തേക്ക് വരികയാണ്. അവർ ഇപ്പോൾ നിൽക്കുന്നതാകട്ടെ ദിനേശിന്റെ മരണാനന്തര ചടങ്ങിലാണ്. ഇന്ന് രാത്രിയാണ് ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് അതെല്ലാം തടയണമെന്ന് ഹരൻ സുദർശനോട് പറയുന്നു. അതിന് റെഡിയായി ഹരൻ പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ദേവികയും നീരജയുള്ള ഫ്ളാറ്റിലേക്ക് അലൻ കയറി വരുന്നു. അവരെ രണ്ടുപേരെയും നീരജയുടെ ആ പഴയ ക്ലിപ്പ് കാണിച്ചിട്ട് അലൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സിറ്റി മൊത്തം അലനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അലൻ ഇവിടെ നിന്നും പുറത്തു കടക്കണമെങ്കിൽ ദേവികയുടെ സഹായം വേണം. പക്ഷെ ഇതൊന്നും കേട്ട് നീരജ പേടിക്കുന്നില്ല. തന്റെ ബ്രദർ ആരാണെന്ന് നിനക്ക് അറിയില്ല എന്നും നീ ഇതിനൊക്കെ അനുഭവിക്കുമെന്നുമാണ് അവള് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഹരൻ പറയുന്നുണ്ട് എനിക്ക് നിന്റെ ബ്രദർ ആരാണെന്ന് അറിയാമെന്ന്. ഇനി വീണ്ടും ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹരനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും സുപ്രിയ എടുത്തിരുന്നു. അത് അലനോട് പറഞ്ഞപ്പോ അലൻ ശരിക്കും ഞെട്ടിപ്പോയി. ഹരൻ ഫോർമർ NSD കമാൻഡോ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവനൊരു സ്കൈ മാർഷലാണ്. ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ഓഫീസർ. അതുകൊണ്ട് തന്നെ അവന് എയർപോർട്ടിൽ എവിടെയും ആക്സസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും അവന്റെ ID കാണിച്ച് അവന് ചെന്ന് കയറാം. ഇനി നമ്മളെ കാണിക്കുന്നത് ഹരനെയാണ്. ചിത്ര സഞ്ചരിക്കുന്ന ആ ഫ്ലൈറ്റിലെ എല്ലാ അറ്റൻഡേഴ്സിനോടും അവൻ കാര്യങ്ങൾ പറയുന്നു. ഫ്ലൈറ്റ് നമുക്ക് ഇവിടെ നിന്നും എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർ മറ്റൊരു ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഫ്ലൈറ്റ്
ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം. ഉള്ളിൽ വെച്ച് ചിത്രയ്ക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഹരൺ ഉറപ്പ് കൊടുക്കുന്നു. ഫ്ലൈറ്റിലാണെങ്കിലും നകുലിനോടും അലീഷയോടും സംസാരിക്കാനുള്ള ഡിവൈസ് എല്ലാം തന്നെ ഇവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിലുള്ള ഏതൊരു സ്ട്രേഞ്ചറാണ് ചിത്രയെ കൊല്ലാൻ പോകുന്നത്. ഫ്ലൈറ്റിലുള്ള ഫുൾ പാസഞ്ചേഴ്സ് ലിസ്റ്റ് അലീഷയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട്. അലീഷ വേണം ആ കൊലയാളിയെ ഐഡന്റിഫൈ ചെയ്യാൻ. അതെങ്ങനെയെന്നല്ലേ ഇനി വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുകയാണ്. പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ റിലേറ്റീവ്സിനെയായിരിക്കും ഇവർ ചിത്രയെ കൊല്ലാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഒരാള് അൻസാർ അലിയാണ്, സക്കീനയുടെ ബ്രദർ. രണ്ടാമത്തെ ആളെയും അമീർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആ ആള് ആരാണെന്ന് കണ്ടുപിടിക്കണം. അന്ന് ആ ഗോഡൌണിൽ വരുന്ന സമയത്ത് അലീഷ ആദ്യമേ ഒരാളെ കണ്ടിരുന്നല്ലോ, അമീർ ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട്. ആ വ്യക്തിയായിരിക്കാം അലൻ ഏർപ്പാടാക്കിയിരിക്കുന്ന രണ്ടാമത്തെ ആൾ. അയാളുടെ മുഖം അലീഷയ്ക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൾ ആ ഫേസ് ഓർത്തെടുത്ത് റെക്കഗ്നൈസ് ചെയ്തെങ്കിലേ പറ്റൂ. തന്നെ കൊണ്ടാവുന്ന പരമാവധി അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവളുടെ മുന്നിലുണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്നും ആരെയും തന്നെ അവൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സമയം പോയിക്കൊണ്ടിരിക്കുന്ന കാരണം ഹരനാകട്ടെ ചിത്രയെ വിളിച്ചിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു. എന്തൊക്കെ വന്നാലും നിങ്ങൾ സേഫ് ആയിരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ദേവികയെ അലൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഈ സിറ്റി വിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ദേവികയുടെ ഹോസ്പിറ്റലിൽ അന്ന് ഫേസ് സർജറി ചെയ്യുന്ന ഒരാളുടെ സ്ഥാനത്തേക്ക് തന്നെ കയറ്റിയിരുത്തണമെന്നും ആ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോകണമെന്നുമായിരുന്നു അലന്റെ ആവശ്യം. നീരജയുടെ ഫുൾ വീഡിയോ കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തുന്ന കാരണം അവൾക്കത് സമ്മതിക്കേണ്ടതായി വരികയാണ്. ഇവിടെ അലീഷ ആ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. സുദർശൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഒരാളുടെ മുഖത്ത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കണ്ടെത്തണം. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് അവൾ കണ്ട ആളുടെ മുഖത്ത് ഒരു സ്കാർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് അവർ ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ആ ഫ്ലൈറ്റിനുള്ളിലോ പാസഞ്ചേഴ്സ് ലിസ്റ്റിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഹരൺ തന്റെ പ്ലാൻ ബിയിലേക്ക് കടക്കുന്നു. അവന്റെ പ്ലാൻ ബി ചിന്നപ്പയായിരുന്നു. പ്രൈവറ്റ് ജെറ്റിന്റെ ക്ലിയറൻസ് കിട്ടാത്ത ചിന്നപ്പ ഈ ഫ്ലൈറ്റിൽ തന്നെ ടിക്കറ്റ് എടുത്തതിന്റെ പിന്നിലും അലന്റെയും നകുലിന്റെയും ബുദ്ധിയായിരുന്നു. അലൻ അയാളോട് പറയുന്നുണ്ട് ഈ ഫ്ലൈറ്റിനൊരു ത്രെറ്റ് ഉണ്ടെന്നും ഞാൻ ഇതിൽ സ്കൈ മാർഷൽ ആണെന്നും. നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ പോകുന്ന ചിത്രമാൾ ഇതിലുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. അയാൾക്ക് നേരെ അവൻ തോക്കു ചൂണ്ടാൻ തുടങ്ങി. എന്നാൽ അയാൾ പറയുന്നുണ്ട് ഒരു തവണ ചിത്രയെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൽ അലൻ ഇൻവോൾവ്ഡ് ആണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഞാൻ അതിൽ നിന്ന് പിന്മാറി. അയാൾ ഒരു മാഡ് മാൻ ആണ്. അയാളുമായിട്ട് ഒരു രീതിയിലും ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. ഇനിയൊരു ഫ്ലാഷ് ബാക്ക് കഥയാണ് കാണിക്കുന്നത്. ചിത്രയെ കൊല്ലാനുള്ള പ്ലാനിങ് അലൻ ചിന്നപ്പയോട് പറഞ്ഞിരുന്നു. അയാൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ആദ്യത്തെ വ്യക്തി സക്കിനയുടെ ബ്രദർ അൻസാർ ആയിരുന്നു. രണ്ടാമത്തേത് നിവേദിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ സുദേവും. അയാൾ എയർ ട്രാഫിക് കൺട്രോളർ ഓഫീസർ ആയിരുന്നു. എന്നാൽ ഇതുപോലെ സെക്സ് വീഡിയോ ഒക്കെ വെച്ച് ട്രാപ്പ് ചെയ്യുന്ന രീതി ആയതുകൊണ്ട് തന്നെ ചിന്നപ്പയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. ഇതെന്റെ സ്റ്റൈലല്ലാന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ ക്യാൻസൽ ആക്കുകയായിരുന്നു ചിന്നപ്പ. ഞാനത് എന്റെ വഴിയെ ഹാൻഡിൽ ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് അലന്റെ പ്ലാൻ എന്താണെന്ന് തനിക്കറിയില്ല. ഇവിടെ അലനെ ആ പേഷ്യന്റ് രൂപത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു ദേവിക. അതിനിടയ്ക്ക് അവിടുത്തെ സ്കാൻ റൂമിലേക്ക് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പേഷ്യന്റിനോടായിട്ട് അവൾ പറയുന്നുണ്ട് പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ കുറച്ചു കഴിയുമ്പോൾ വന്നോളാമെന്ന്. അതേസമയം ഹരണ് ഒരു വിവരം കൂടി കിട്ടുന്നുണ്ട്. ചിത്ര ബുക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത കുറച്ചു പേർ കൂടിയുണ്ട്. ഏകദേശം 6 പേര്. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവരുടെ എല്ലാം തന്നെ ഫേക്ക് ഐഡന്റിറ്റീസ് ആയിരുന്നു. ഇതിൽ നിന്നും ഹരണ് മനസ്സിലായി അവരും ഇതുപോലെ സാക്ഷികളാണെന്ന്. പല കേസുകളിലായിട്ട് സാക്ഷി പറയാൻ പോകേണ്ട ആൾക്കാരെ എല്ലാം തന്നെ അലൻ തന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ എല്ലാവരെയും ഒരുമിച്ച് കൊല്ലാനുള്ള പ്ലാനിംഗ് ആണ്. ചിന്നപ്പ നേരത്തെ പറഞ്ഞ ആ നിവേദിതയുടെ അച്ഛൻ അതേ എയർ ട്രാഫിക് കൺട്രോളിലെ ഓഫീസർ കൂടിയാണെന്നുള്ള കാര്യം ഹരൺ ഓർത്തതോടുകൂടി ആ ഒരു ഫോട്ടോ അവർ പരിശോധിക്കുന്നു. അലീഷ പറഞ്ഞ പോലെ തന്നെ അയാളുടെ മുഖത്തൊരു സ്കാർ ഉണ്ടായിരുന്നു. അന്നവർ ഭീഷണിപ്പെടുത്തിയതും ഇയാളെ തന്നെയാണ്. അലൻ കൊണ്ടുപോയി പെൻഡ്രൈവ് കൊടുത്തതും ഇയാളുടെ വീട്ടിലാണ്. അങ്ങനെയെങ്കിൽ അയാളെ ഉപയോഗിച്ച് ഈ പ്ലെയിൻ ക്രാഷ് ചെയ്ത് ആ സാക്ഷികളെ എല്ലാം തന്നെ ഒറ്റയടിക്ക് കൊല്ലാനാണ് അലന്റെ പ്ലാൻ. എയർ ട്രാഫിക് കൺട്രോളിലായതുകൊണ്ട് തന്നെ സിഗ്നൽസ് എല്ലാം കൊടുക്കുന്നത് അയാളായിരുന്നു. ഒരേ സമയം ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കുകയും മറ്റൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ 2 ഫ്ലൈറ്റുകളും തമ്മിൽ ക്രാഷ് ആകും. ഇത് മനസ്സിലാക്കി ഹരൺ കറക്റ്റ് സമയത്ത് അത് തടയുകയും അയാളെ കൈയോടെ പിടിക്കുകയും ആ ഫ്ലൈറ്റ് കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആക്കിയെങ്കിലും അപ്പോഴും അലനെ അവർ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കർണാടക പോലീസും കേരള പോലീസും അലന്റെ പിറകിലാണ്. എന്നാൽ അയാൾ മറ്റേതെങ്കിലും ഒരു ഐഡന്റിറ്റിയിൽ പുറത്തു വരാൻ ചാൻസ് ഉണ്ടെന്ന് പോലീസുകാർ പറയുന്നു. അലന് വേണ്ടി തന്നെയുള്ള കാത്തിരിപ്പിലായിരുന്നു ഹരണം. അങ്ങനെ പിന്നീട് ഒരു ദിവസം സുദർശൻ ദേവികയെ വിളിക്കുമ്പോൾ ഹരണിനെ കുറിച്ച് ഒരു വിവരമില്ല എന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ അലൻ മറ്റൊരു ഐഡന്റിറ്റിയിൽ ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറുന്നതും കാണിക്കുന്നു. അവിടുത്തെ ക്രൂ മെമ്പർ ആകട്ടെ വന്നിട്ട് അലനോട് പറയുന്നുണ്ട് സാറിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്കൈ മാർഷൽ ഉണ്ടെന്ന്. അത് കേട്ടതും അലനൊന്ന് ഞെട്ടി. അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ഹരനായിരുന്നു. ഹരണിനെ കണ്ടതും അലൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിന്നെ ഇവിടെ വെച്ച് തന്നെ ഞാൻ എന്തായാലും കൊല്ലും. മാത്രമല്ല ഞാൻ താഴെ എത്തിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഡേറ്റാസ് എല്ലാം തന്നെ ലോകം മുഴുവൻ കാണുകയും ചെയ്യും. പക്ഷേ ഹരൺ പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെ അതിലൊന്നും തന്നെ ഇല്ലാന്ന്. അതിൽ നിന്ന് എല്ലാം പോയിരിക്കുന്നു. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നത്. അലനെയും കൊണ്ട് അവിടെ നിന്നും പോകാൻ നേരം MRI റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ദേവിക വെറുതെ സംസാരിക്കുന്നത് പോലെ കാണിച്ചതാണ്. അതിനുള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കൊണ്ട് ഇതുപോലുള്ള ഹാർഡ് ഡ്രൈവിലെ എല്ലാ ഡേറ്റാസും ഇല്ലാതാകുമെന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലന്റെ കയ്യിലുള്ള ഹാർഡ് ഡ്രൈവിൽ ഒരു ഡേറ്റയും ഇപ്പോ ഇല്ല. അതറിഞ്ഞതോടുകൂടി അലൻ ആകെ ദേഷ്യത്തിലായി. പിന്നീട് അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അവസാനം ഹരനാകട്ടെ അലനെ കൊല്ലുകയും ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നത് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അലീഷ
ആയിഷ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നതാണ്. അവൾക്ക് ഫേസ് ബ്ലൈൻഡ്നസ് വന്ന ശേഷം അവളുടെ മനസ്സിൽ ഓർത്തെടുത്ത ആദ്യത്തെ മുഖം ഏതാണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അവൾ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ ഹരന്റെ മുഖം തന്നെയായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.